അപ്പോ റിലാക്സ് ഫോഴ്സും യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡവും ആ ഒരു തീരുമാനം, അതായത് 1955 തിരിച്ചു കൊണ്ടുപോകാൻ പോകണാണ് നിങ്ങൾ. ഓക്കെ, അപ്പൊ അയ്യോ അതൊക്കെ നടക്കൂ. അതെ, പക്ഷെ ഇവിടെ ഇന്റർനെറ്റ് വന്നു, ഇവിടെ ഇലക്ട്രിസിറ്റി വന്നു, അതോടൊപ്പം തന്നെ 2030 അജണ്ട വന്നു. ഇപ്പോൾ ഡൽഹിയിലെല്ലാം ശ്വാസം മുട്ടി മരിക്കുന്നു. ഈ കുഞ്ഞുങ്ങളുടെ എല്ലാവിധ ഇന്റേണൽ ഓർഗൻസ് നശിക്കാൻ വേണ്ടി ഒരു പ്രത്യേകതരം ടീം ഇവിടെ ഇറങ്ങിയിരിക്കുന്നു. അല്ലെ, അമേരിക്ക. ഇതൊന്നും തിരിച്ചറിയാത്തൊരു ഗവൺമെന്റും ബുദ്ധിഹീനരായുള്ള ഭരണാധികാരികൾ. വേറൊന്നുമല്ല, മദ്യവും മയക്കുമരുന്നും എല്ലാം ഒഴുക്കുന്നു. എന്നിട്ടിപ്പോ നമ്മുടെ മന്ത്രി പറയുന്നു ഇനി വെള്ളം ഒഴിച്ചൊക്കെ ബസ്സിൽ കൂടി യാത്ര ചെയ്യാം. കാരണം അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല, കാരണം അവർക്ക് എന്താണ് സോള്, എന്താണ് സബ് കോൺഷ്യസ്, ഇതൊന്നും അറിയില്ല. ഓക്കെ, അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഒരു ട്രെയിനിൽ പോയപ്പോ ഒരു കൊച്ചിനെ തള്ളിയിട്ടു കുടിയൻ. അപ്പോ ഇതെല്ലാം ഇവിടുത്തെ സൊസൈറ്റി തന്നെയാണ് ഈ ക്രൈംസ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രതികരിക്കാത്ത ഒരു കൂട്ടം ജനത ആയതുകൊണ്ട് തന്നെ, അല്ലെ, 140 കോടി ജനങ്ങളുണ്ട്. പക്ഷെ 140 കോടിനെ ഡിവൈഡ് ചെയ്തു. അതോടൊപ്പം തന്നെ യാതൊരു അറിവില്ല, യാതൊരു ബുദ്ധിയില്ല. ഓക്കെ, മൊബൈൽ ഫോൺ എല്ലാം കൊടുത്ത് യങ്സ്റ്റേഴ്സ് ആണ് സംസാരിക്കേണ്ടത്. ഏതൊരു പ്രശ്നം വന്നാലും മുമ്പിൽ നിൽക്കേണ്ടത് യങ്സ്റ്റേഴ്സ് തന്നെയാണ്, അല്ലെ. നമ്മുടെ അച്ഛനമ്മയൊക്കെ നമുക്ക് വിട്ടുകളയാം, അവരെല്ലാവരും സമയം കഴിഞ്ഞു, അവരുടെ എല്ലാ ഏജ് കഴിഞ്ഞു. പക്ഷേ ഇനിയുള്ള സമയം നമ്മളാണ് ജീവിക്കേണ്ടത്. നമുക്കൊരു കുഞ്ഞുണ്ടാവണം, നമുക്ക് ഈ ഒരു ലോകത്ത് നല്ല ജീവിക്കണം. പക്ഷേ വിഡ്ഢികൾ ഇപ്പോഴും സമ്മതിക്കുന്നില്ല. അതായത് ഇവിടെ ഈ പറയുന്ന ഗൂഗിളിന്റെ സിഇഒ സുന്ദർ പിച്ചെ, ഇവിടെ എയുടെ ഗോഡ് ഫാദർ പറയുന്നു, ഇവിടെ എലോൺ മസ്ക് പറയുന്നു, ഡൊണാൾഡ് ട്രംപ് പറയുന്നു, അതോടൊപ്പം തന്നെ അമേരിക്ക ഇതുപോലത്തെ ഡെവലപ്മെന്റ്സ് എല്ലാം പറയുന്നു എ 5 വർഷം അല്ലെങ്കിൽ 2 വർഷമുള്ളിൽ റിപ്ലേസ് ചെയ്യുന്നു. പക്ഷെ ഇവിടുത്തെ വിഡ്ഢികൾ, അതായത് ഈ പറയുന്ന എന്റെ പ്രായമുള്ള ആൾക്കാർ തന്നെ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കും, എടാ ഒരു 100 വർഷം കഴിയൂടാ, അപ്പൊ നമ്മുടെയൊക്കെ കാലം കഴിയൂല. അതായത് സ്വാർത്ഥമായുള്ള ചിന്താഗതി, സ്വന്തം ജീവിതം മാത്രം സംരക്ഷിക്കണം, ഭാവി തലമുറ എന്തെങ്കിലും ആയിക്കോട്ടെ. ഈ ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെ കറങ്ങി ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും എനിക്കും റിലാക്സ് ഫോഴ്സിനും യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റിക്കും ആ ഒരു സ്വാർത്ഥമായ ജീവിതം വേണ്ട. സ്വാർത്ഥമായ ജീവിതം വേണമെങ്കിൽ എനിക്ക് ആ ഒരു പ്രീമിയം ലൈഫ് എന്തായാലും എനിക്ക് കിട്ടും. കാരണം അത്ര നല്ലൊരു ബിസിനസ്സാണ് ഞാൻ തുടങ്ങിയത്. അപ്പൊ അത് വേണ്ട. അപ്പൊ അതിനുവേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന അധികാരികൾ, കാരണം എന്റെ പൊക്കത്ത് ആരും ഉണ്ടാവാൻ പാടില്ല. കാരണം എന്റെ പൊക്കത്ത് ഉണ്ടാവണമെങ്കിൽ എന്നെക്കാട്ടി അറിവുള്ള ആളെ മാത്രമേ ഞാൻ പ്രതിഷ്ഠിക്കുള്ളൂ. അതായത് അല്ലാതെ യാതൊരു അപ്പന്മാരെയോ കള്ളന്മാരെയൊന്നും ഞാൻ പ്രതിഷ്ഠിക്കില്ല. അതായത് ഒരു കുഞ്ഞിനെ പോലും സംരക്ഷിക്കാൻ പറ്റാത്ത നിയമങ്ങളും, അതോടൊപ്പം തന്നെ പ്രാണവായു എന്താണെന്നോ, ശ്വാസം എന്താണെന്നോ, വെള്ളം എന്താണെന്നോ, ഭക്ഷണം എന്താണെന്നോ അറിയാത്തൊരു കൂട്ടം അപ്പന്മാർ, ഇവർക്കെല്ലാം പണം സമ്പാദിക്കണം എന്നുള്ള കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വിഡ്ഢികൾ ആരും എന്റെ തലയുടെ പൊക്കത്ത് ഉണ്ടാവില്ല. ഓക്കെ, കാരണം ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം എനിക്കാരും ഭയമില്ല. ഭയം എന്തിനാണ്? കാരണം എന്റെ ഉള്ളിലുള്ള സത്യവും ധർമ്മവും തന്നെയാണ്. ഭാവി തലമുറക്ക് വേണ്ടി സമസ്ത പ്രപഞ്ചം ശുദ്ധമാക്കണം. അതിനുള്ള എല്ലാവിധ പദ്ധതികളും എന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഓക്കെ, അതായത് റിലാക്സ് ഫോഴ്സ് യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിട്ടുന്ന ഇവിടെ 1955 ഈ സമയം മാറ്റും. അതായത് വികസനം എന്ന് പറഞ്ഞ് 90,000 കോടി എല്ലാം എഴുതിയെടുക്കുന്നു. കേരളത്തിലെല്ലാം എന്ത് വികസനം എന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ കേരളത്തിലെ ആൾക്കാർ ബീഹാറിനെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ വികസനമുണ്ട്. പക്ഷെ കേരളത്തിലെ ആൾക്കാർ ചൈന, ജപ്പാൻ, UAE ഇതിലൊക്കെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇപ്പോഴും ആ ഒരു പുഴുക്കൾ തന്നെയാണ്. വേസ്റ്റിന്റെ ഉള്ളിലെല്ലാം കിടക്കുന്നു, അഴുക്ക് വെള്ളം കുടിക്കുന്നു, അസുഖങ്ങൾ വരുന്നു, കുഞ്ഞുങ്ങളെല്ലാം അറ്റാക്ക്, സ്ട്രോക്ക് എല്ലാം വന്ന് മരിക്കുന്നു. ഇതൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതെല്ലാം മാറ്റണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഉടനെ തന്നെ മാറ്റുന്നതാണ്. സമസ്ത പ്രപഞ്ചവും ശുദ്ധമാവുന്നതാണ്, ജീവജാലങ്ങളും സംരക്ഷിക്കപ്പെടുന്നതാണ്, ധർമ്മവും സത്യവും ന്യായവും നീതിയും എല്ലാം ഇവിടെ പുനഃസ്ഥാപിക്കുന്നതാണ്. ഓക്കെ.